ഇനി നമ്മൾ ചെയ്യുന്നത് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ തന്നെ ബൈ യൂസിങ് നമ്പേഴ്സാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നേരത്തെ ആൽഫബറ്റ്സ് ആയിരുന്നു ഓപ്പറൻസ് ആയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ നമ്പേഴ്സിനെ ഡീൽ ചെയ്യണം. അപ്പോൾ സാധാരണ കാണുന്ന പോലെ തന്നെ നമുക്കൊരു ഇൻപുട്ട് കാണും, പിന്നെ ഒരു സ്റ്റാക്ക് കാണും, ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കാണും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഈ സ്റ്റാക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻഫിക്സിനെ നമ്മൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളതിനെ എന്ത് ചെയ്യും, പാരാന്തസൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാരാന്തസിസ് വന്നു, അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. പോസ്റ്റ് ഫിക്സിനകത്ത് ചേഞ്ച് ഒന്നുമില്ല. എഗെയിൻ ഫസ്റ്റ് സിമ്പിൾ എന്താണ്, 5 ആണ്, ഒരു ഓപ്പറാൻഡ് ആണ്. അത് നമ്മൾ ബി നമ്മളതിനെ പോസ്റ്റ് ഫിക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. എഗെയിൻ ഒരു സ്റ്റാർ വന്നു. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറേറ്റർ ആണ്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യും, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. പോസ്റ്റ് ഫിക്സിന് ചേഞ്ച് ഒന്നുമില്ല. എഗെയിൻ ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് വന്നു. സോ ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. പോസ്റ്റ് ഫിക്സിന് ചേഞ്ച് ഒന്നുമില്ല. നെക്സ്റ്റ് 6 എന്നുള്ളൊരു ഓപ്പറാൻഡ് വന്നു. സ്റ്റാക്കിന് ചേഞ്ച് ഒന്നുമില്ല. 5ഉം 6ഉം അങ്ങനെ തന്നെ പോസ്റ്റ് ഫിക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. നെക്സ്റ്റ് ഒരു പ്ലസ് വന്നു. ഒരു സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ സ്റ്റാക്കിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. പുതിയ പാരാന്തസിസ് ആണ്, അതിലേക്ക് വേറെ ഓപ്പറേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്ലസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സോ നെക്സ്റ്റ് എന്ത് വന്നു, 2 വന്നു. 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറാൻഡ് ആണ്. സോ നമുക്കതിനെ ഡയറക്റ്റ്ലി നമ്മളുടെ പോസ്റ്റ് ഫിക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ ഒരു കൺഫ്യൂഷൻസും വേണ്ട. സോ 2 നമ്മൾ പോസ്റ്റ് ഫിക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. നെക്സ്റ്റ് ഒരു ക്ലോസിംഗ് പാരാന്തസിസ് വന്നു. ക്ലോസിംഗ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള ഓപ്പണിംഗ് പാരാന്തസിസ് എവിടെ വരെ ഉണ്ടോ അതുവരെയുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വയ്ക്കും, പോസ്റ്റ് ഫിക്സിലേക്ക് വയ്ക്കും. സോ നമ്മളങ്ങനെ കൊടുക്കും 5, 6, 2, പിന്നെന്താ പ്ലസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം റിമൈൻഡ് ചെയ്യുന്ന ഈ ഒരു ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്നൊരു മൈനസ് സിമ്പിൾ വന്നു. സോ മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ആണ്. സോ നമ്മൾ നമ്മുടെ സ്റ്റാക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. സോ നമ്മുടെ കറണ്ട് സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് ഒരു ഓപ്പണിംഗ് പാരാന്തസിസും ഒരു ഇൻറ്റു മാർക്ക് മീൻസ് ഒരു മൾട്ടിപ്ലിക്കേഷനാണുള്ളത്. മൾട്ടിപ്ലിക്കേഷനേക്കാളും പ്രെസിഡൻസ് കുറവാണ് മൈനസിന്. അതുകൊണ്ട് ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല സ്റ്റാക്കിലേക്ക്, അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മൈനസിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആരെയും എന്ത് ചെയ്യണം, പ്രെസിഡൻസ് കൂടിയിട്ടുള്ള സ്റ്റാറിനെ നമ്മളുടെ ഔട്ട്പുട്ടായിട്ടുള്ള പോസ്റ്റ് ഫിക്സിലേക്ക് നമ്മൾ പോപ്പ് ചെയ്ത് അറ്റാച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ സ്റ്റാർ ഇവിടെ വരും. സോ പിന്നെ നമ്മൾ എന്തെങ്കിലും സ്റ്റാർ റിമൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കിലേക്ക് നമുക്ക് ആരെ ഇൻക്ലൂഡ് ചെയ്യാം, മൈനസിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത് കഴിയുമ്പോഴേക്കും ആര് വരും, 12 എന്നുള്ള വാല്യൂ വരും. സോ 12 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്പറാൻഡ് ആണ്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ പോസ്റ്റ് ഫിക്സിലേക്ക് നമുക്ക് 12നെ അറ്റാച്ച് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, അത് കഴിയുമ്പോഴേക്കും ഇത് വരും, ഡിവിഷൻ സിമ്പിൾ വരും. സോ ഡിവിഷൻ സിമ്പിൾ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്റ്റാക്കിൻ്റെ സ്റ്റാറ്റസ് നോക്കുക, മൈനസ് മാത്രമേ ഉള്ളൂ. സോ മൈനസും ഡിവിഷനും വർക്ക് ചെയ്യാൻ നോക്കുക, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ നോക്കുക സ്റ്റാക്കിലേക്ക്. സോ നമ്മുടെ ഡിവിഷനേക്കാളും പ്രെസിഡൻസ് കുറവാണ് മൈനസിന്. സോ ഇത് അലൗഡ് ആണ്. സോ നമ്മൾ സ്റ്റാക്കിലേക്ക് ഡിവിഷൻ സിമ്പിളിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. നമ്മുടെ പോസ്റ്റ് ഫിക്സിന് ചേഞ്ച് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, സോ അത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ഓപ്പറാൻഡ് 4 വരും. സോ നമ്മൾ 4 വരുമ്പോഴേക്കും സ്റ്റാക്കിന് ചേഞ്ച് ഒന്നുമില്ല, നമ്മുടെ പോസ്റ്റ് ഫിക്സിലേക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്, പ്ലസ് സ്റ്റാർ 12 ഇപ്പോൾ വന്നിരിക്കുന്ന 4 അല്ലേ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്, നെക്സ്റ്റ് ലാസ്റ്റായിട്ടുള്ള സിമ്പിൾ നോക്കുക. അതെന്ന് പറഞ്ഞാൽ അതാണ്ട് ക്ലോസിംഗ് പാരാന്തസിസ് ആണ്. ക്ലോസിംഗ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പണിംഗ് പാരാന്തസിസിനെ എൻകൗണ്ടർ ചെയ്യുന്നവരെ സ്റ്റാക്കിൽ എന്തൊക്കെയുണ്ടോ അതിനെ ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്ത് നമ്മുടെ പോസ്റ്റ് ഫിക്സിലേക്ക് ആഡ് ചെയ്യണം. സോ 5, 6, 2 പ്ലസ് സ്റ്റാർ 12, 4 അങ്ങനെ തന്നെ കൊടുക്കുക. ഇവിടുന്ന് 1 by 1 ആയിട്ട് ഓരോ എലമെൻറ്റിനെയും പോപ്പ് ചെയ്ത് കൊണ്ടുവരിക. നെക്സ്റ്റ് വരുന്നത് മൈനസ് ആണ്, മൈനസിനെ പോപ്പ് ചെയ്തു. ഫൈനലി ഒരു സിംഗിൾ കേളി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ഫൈനൽ സിംഗിൾ ഒരു ഓപ്പണിംഗ് പാക്കറ്റ് മാത്രമായിട്ട് നിൽക്കും. ഓപ്പണിംഗ് പാക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, പാരന്തസിസിനെ എന്ത് ചെയ്യുക, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. സോ നമ്മുടെ സ്റ്റാക്ക് വിൽ ബിക്കം എംപ്റ്റി. സോ സ്റ്റാക്ക് എംപ്റ്റി ആവുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റ് ഫിക്സിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 5, 6, 2 പ്ലസ് സ്റ്റാർ 12, 4 ഡിവിഷൻ മൈനസ്. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ടുള്ള പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ.